പൊതു ചാനൽ വന്നിരുന്ന് പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വല്ലാത്ത ഈ സജിയായിട്ട് ഈ നിലയിൽ സംസാരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാളെ പോലും റൂളെടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ശരാശരി വക്കീലിന്റെ നിലവാരം നിങ്ങൾ പുലർത്തണം. ഈ കേസിന്റെ നിയമ പോരാട്ടം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമ പോരാട്ടം മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം വ്യവഹാരങ്ങളിലേക്ക് കടന്നുപോയെന്നാണ് ഇതിന്റെ വിചാരണ സമയത്ത് പോലും തുടരന്വേഷണവും പുനരന്വേഷണവും ഒക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷയിലാണ് ഈ വിധിയെക്കുറിച്ച്? ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളിൽ ഒരുപാട് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. തീർച്ചയായിട്ടും അത് ആ നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് ഞാൻ. ഇതിലെല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മൾ അങ്ങനെയാണ് എല്ലാവരും. ഇപ്പോൾ ഈ കേസിൽ നീതി നടപ്പിലാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന തെളിവുകളാണ്. എല്ലാ കാലത്തും ഈ കേസിൽ ആദ്യം ഈ പറഞ്ഞ ഇപ്പം ഇത്രയും നീണ്ടുപോകാൻ കാരണം 8ാം പ്രതിയായിട്ടുള്ള നടൻ പലതരത്തിലുള്ള ലിറ്റിഗേഷൻസായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഇദ്ദേഹം ആ കേസിലില്ല എങ്കിൽ ഈ കേസ് എന്നേ തീർന്നു പോയേനെ. അദ്ദേഹത്തിന് വേണ്ടി പറയാനും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണമുണ്ട്. അപ്പോൾ ഒരു വിക്ടിമിന് നീതി കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺസ്പിറസി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ആ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആ കോൺസ്പിറസി പ്രൂവ് ചെയ്യപ്പെടുക എന്നുകൂടിയാണ് ആ നടിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത്. എൻ്റെ കാര്യം പ്രതിയുടേത് ഗൂഢാലോചന കുറ്റമാണ്. ഒരു ഗൂഢാലോചന ഒരു കേസിൽ തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അത് വാദിച്ച് ജയിക്കുക, തെളിയിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. കാരണം ഗൂഢാലോചനയ്ക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്തുക, കൃത്യമായ സാക്ഷിമൊഴികളും ഉണ്ടാവുക. ഈ കാര്യത്തിൽ സാക്ഷികൾ കുറേ അധികം കൂറുമാറിയ 28 സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ്. സാക്ഷികൾ കൂറുമാറിയതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാതെ. കാരണം എല്ലാം 8ാം പ്രതിയുടെ ബന്ധുക്കൾ, 8ാം പ്രതിയുടെ ഭാര്യ അദ്ദേഹത്തിന് അനുകൂലമായാലേ പറയുള്ളൂ, നമ്മൾക്ക് അനുകൂലമായി പറയുമോ? അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ പെങ്ങള്, അദ്ദേഹത്തിൻ്റെ അളിയൻ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ, ഇവരാരും നമുക്ക് അനുകൂലമായി പറയില്ലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അത്രയും ഉള്ളൂ എന്ന് കണക്കാക്കിയാൽ മതി. 260 സാക്ഷികളില്ലേ, അതിൽ 10-12 പേര് അത് ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരാണ് കൂറുമാറി എന്ന് പറയുന്നവർ. ആ എവിഡൻസിനേക്കാൾ കൂടുതൽ എവിഡൻസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകൃതിയുടെ ഒരു കയ്യൊപ്പമുണ്ട്. അജസ് അത് എത്ര അത് കണക്കാക്കുമെന്ന് എനിക്കറിയില്ല. 2 ഘട്ടത്തിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തത് നമ്മൾ പ്രത്യേകമായ തെളിവുകൾ കൊടുത്തിട്ടല്ല. ഇപ്പോൾ ദിലീപിനെ ജയിലിൽ നിന്നും പൾസർ സുനി വിളിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് DGPക്ക് കൊടുത്ത കത്ത്, ആ കത്ത് ഫോർവേഡ് ചെയ്ത് വന്നിട്ടാണ് 2ാമത്തെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ദിലീപ് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ബാലേന്ദ്രകുമാർ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എതിർഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് വിക്ടിം ഉണ്ടാക്കി കൊടുത്ത തെളിവുകളായിരുന്നില്ല, തെളിവുകൾ വന്നു ചേർന്ന തെളിവുകളായിരുന്നു. 1ാം ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ചാർജ് ഫ്രെയിം ചെയ്ത് ദിലീപിനെ ഒഴിവാക്കി കേസ് ചാർജ് ഫ്രെയിം ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതാണ്. സ്വാഭാവികമായി അതിൻ്റെ ട്രയൽ നടക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിലാണ് ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരികയും മെമ്മറി കാർഡ് തന്നെ 2ാമതെടുത്ത് ഫോറൻസിക്കിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച് അത് എവിഡൻസിലേക്ക് മാർക്ക് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത്. അതിന് എത്ര വലിയ സ്ട്രഗിൾ നമ്മൾ നടത്തി. ജുഡീഷ്യറിയെ സംബന്ധിച്ച് തന്നെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകളെല്ലാം വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായി. ജഡ്ജിക്കെതിരായിട്ടുള്ള പല ആരോപണങ്ങൾ പറയേണ്ട നിവൃത്തിയില്ലായ്മ കൊണ്ട് നമുക്ക് പറയേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ജുഡീഷ്യറിയെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്. അപ്പോൾ നമ്മൾക്ക് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പക്ഷേ കോടതി ചാർജ് ഫ്രെയിം ചെയ്തല്ലോ. ആ ചാർജ് ഫ്രെയിം ചെയ്തിട്ട് ആ ചാർജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് നടത്തുന്നത്. ആ കേസിൽ
ധാരാളം തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ കോടതികൾ അപ്രീഷിയേറ്റ് ചെയ്യുമോ എന്നത് നമുക്ക് നാളെ അറിയാലോ. ഞങ്ങൾക്ക് ധാരാളം എനിക്കിപ്പോൾ ടെൻഷനുണ്ട്. നേരത്തെ ഉച്ചവരെ എനിക്ക് ടെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ധാരാളം ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. നാളെ വിധി പറയുമോ, മാറ്റിവെക്കുമോ, പണത്തിൻ്റെ മേലെ പരുന്ത് പറക്കുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികം അതൊക്കെ നമ്മളെയും അഫക്റ്റ് ചെയ്യുമല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന എല്ലാ സംവിധാനത്തിലും ഞാൻ ഈ ട്രയലിൻ്റെ എല്ലാ ഘട്ടത്തിലും കണ്ടത് കറപ്ഷനാണ്. ഞാൻ മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് അതിനെ കറപ്ഷനല്ലേ നമുക്ക് വിളിക്കുക. പൈസ കൊടുത്തിട്ടുണ്ടോ, ആളെ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നുമല്ല എൻ്റെ പ്രശ്നം. നേരായി നടക്കേണ്ട ഒരു കാര്യം നേരായി നടക്കാതിരിക്കുകയും അതിനുവേണ്ടി നമ്മൾ വലിയ സ്ട്രഗിൾ നടത്തുകയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ, അതിനോട് കൂടെ നിൽക്കാതെ അപ്പുറത്തെ സൈഡിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മൊത്തം ടോട്ടൽ സൊസൈറ്റിക്ക് ഈ കേസിൽ നീതി നടപ്പിലാക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. യഥാർത്ഥത്തിൽ ചേച്ചിയുടെ കോൺഫിഡൻസ് പ്രകാരം ശിക്ഷിക്കോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് 100% ഉറപ്പാണ്, ഇതിലെ 10 പ്രതികളും കുറ്റക്കാരായിട്ടുള്ള ആളുകളാണ്. ശരി, ഞാൻ ആ കോടതിയിലിരുന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ശരി. ശ്രീ സജി നന്ദ്യാട്ട്, ഇത് ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു അപൂർവ കേസാണെന്ന് മാത്രമല്ല, മലയാളി സമൂഹം തന്നെ പോളറൈസ് ചെയ്യപ്പെട്ടൊരു കേസ് കൂടിയാണ്. ഈ ഇരയ്ക്കും പ്രതിക്കും വേണ്ടി വാദിക്കാൻ ആളുകളുണ്ടായ വളരെ അപൂർവം കേസുകളിലൊന്ന്, അങ്ങനെ വാദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതുന്ന ആളുകളുള്ള ഒരു കേസുകളിലൊന്ന്. ഇതിലെ 8ാം പ്രതി ഒരു വലിയ സിനിമാ താരമാണ്, ജനപ്രിയ നായകൻ എന്ന ലേബലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വിധി പ്രതിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അത് മലയാള സിനിമയിലും മലയാളി സൊസൈറ്റിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ലല്ലോ, എന്ത് തോന്നുന്നു? ആദ്യം തന്നെ ഈ ചർച്ച തുടക്കം വിട്ടുകൊണ്ട് അഡ്വക്കേറ്റ് TB മിനിയോട് ഇന്ന് അവരുടെ ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൽ അവർ പറയുന്നൊരു വാചകം കേരളത്തിലെ ജനതയോട്, ആ അതിജീവിതയോട്, ആക്രമിക്കപ്പെട്ട നടിയോട് ഒക്കെ ചെയ്തൊരു വലിയ പാതകമായി എനിക്ക് തോന്നി. പലരും അത് എന്നോട് ശ്രദ്ധയിൽപ്പെടുത്തി. ഈ അഡ്വക്കേറ്റ് TB മിനി പറയുകയാണ്, ദിലീപ് ബലാത്സംഗം ചെയ്താൽ പോലും അതിജീവിതയ്ക്ക് ഇത്രയും പ്രയാസം ഉണ്ടാവില്ലെന്ന്. എത്ര മ്ലേച്ഛമായ ഭാഷയാണ്! ഇവരെയൊക്കെ വക്കീലാക്കിയവരോട് എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു ശരാശരി വക്കീലിന് നിലവാരമെങ്കിലും നിങ്ങൾ പുലർത്തണം. നിങ്ങൾ അതിജീവിതയുടെ വക്കീലാണ്. അടച്ചിട്ട കോടതി മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് നടക്കുന്ന കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പൊതു ചാനൽ വന്നിരുന്ന് പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വല്ലാത്ത ഈ സജിയായിട്ട് ഈ നിലയിൽ സംസാരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് വന്ന് എനിക്ക് ലജ്ജ തോന്നുന്നു. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? അല്ല, അങ്ങനെ നിങ്ങളെ പോലെയുള്ളവർ അങ്ങ് പോരുത് പ്ലീസ്. എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് വാദിക്കാൻ ജയിക്കാൻ എനിക്ക് അജിത് സാറിനെ ഒഴിവാക്കണം പ്ലീസ്. സജി നന്ദ്യാട്ട്, ഞാൻ ചോദിച്ചതൊന്നുമല്ല. ഞാൻ ചോദിച്ചത് ഈ അതിജീവിതയുടെ വക്കീലിൽ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു. സജി നന്ദ്യാട്ട്, സജി ചോദ്യം ഒന്ന് കേൾക്കൂ. ഈ കേസിൽ അനുകൂലമായും പ്രതികൂലമായും വിധി വരാം. ഒരു ശരാശരി വക്കീലിന്റെ നിലവാരം നിങ്ങൾ പുലർത്തണം. എന്റെ മകൻ വക്കീല, ഞാനിത് പഠിച്ചാളാ, മോശമാണ്. നിങ്ങൾ എതിരോ അനുകൂലമൊക്കെ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലിലെ സംസാരത്തെ കുറിച്ചാണ് സംസാരിച്ചത്? ഒരു പാനലിൽ വന്നിരിക്കുമ്പോൾ സജി നന്ദ്യാട്ട്, ആ അടുത്തിരിക്കുന്ന ആളോട് ഒരു കുറഞ്ഞ ബഹുമാനം കാണിക്കാം. നിങ്ങൾ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അങ്ങനെ ഒരു യൂട്യൂബ് ചാനലോ അഭിമുഖമോ എന്താണ്? എന്ത് ബഹുമാനത്തോടെയല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ മോശപ്പെട്ട വർത്താനം പറഞ്ഞോ? ഞാൻ എന്താ പറഞ്ഞത്? ഇന്നൊരു ചാനലിൽ ഇവർ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു, ഒരു ഓൺലൈൻ ചാനലിൽ. അതിജീവിത ദിലീപ് ബലാത്സംഗം ചെയ്യാനും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് എന്താണ്? കുഴപ്പമില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഒരു ഡയറക്റ്റ് ക്രൈമിനേക്കാൾ ക്രൂരമാണ്, ഒരു ഡയറക്റ്റ് ക്രൈമിനേക്കാൾ ക്രൂരമാണ് കൊട്ടേഷൻ നൽകിയുള്ള ക്രൈം എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അതും സുഹൃത്തായ ഒരാൾ. അങ്ങനെയല്ല, അതല്ല ആ വാചകം അത് ശരിയായില്ല. പൊതുസമൂഹത്തിന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അതിജീവിതം ഞങ്ങളാരും പറഞ്ഞത്. ഒരു ക്ലിപ്പ് കാണിക്കാമോ? അതിജീവിതയുടെ അഭിഭാഷകയെ വിമർശിക്കുന്നു, അപമാനിക്കുന്നു. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപമാനിക്കലാണോ? വിമർശിക്കും, എന്നെ വിമർശിച്ചോളൂ, ഞാൻ തെറ്റ് ചെയ്താ. ശരി, എന്റെ ചോദ്യത്തിലേക്ക് വരും സജി നന്ദ്യാട്ട്. അത് വേറെ വിഷയമാണ്. പോയിന്റിലേക്ക് വരാം.
പോയിന്റിലേക്ക് വരാം. അല്ല ആയിക്കോട്ടെ, ഇറങ്ങിപ്പോകുന്നതെന്ന് എൻ്റെ വിഷയമല്ല, ഞാനത് പറയണമല്ലോ. വളരെ മോശമല്ലേ? മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ അതിജീവിതയുടെ വക്കീലാണ്. വെരി ഗുഡ്. അതിനെന്താ? ഞങ്ങൾ ഇതുവരെ എത്ര ചാനൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനൊന്നും. പ്രതിപക്ഷ ബഹുമാനം പരസ്പരം കൊടുക്കണം. അജയകുമാറിന് എന്ന അദ്ദേഹമായിട്ട് ഞങ്ങൾ എത്രയോ വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട് ചർച്ചകളിൽ, എത്രയോ വർഷമായിട്ട്. പക്ഷേ അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയ പിന്നെ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഒരു സംശയം വേണ്ട. രണ്ട് ഭാഗം ഒരു ചർച്ചയ്ക്ക് ഒരു കേസിലുണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. അത് അതിജീവിതത്തെ അപമാനിക്കുന്ന തുല്യമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചു എന്ന് പറയുന്നു, ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും ശരിയല്ല സാർ. മമ്മൂട്ടി ദിലീപിനെ സഹായിക്കുന്ന നടക്കുക. 86 ദിവസം ജയിലിൽ കിടന്നല്ലോ ദിലീപ്. ആരുടെ സഹായം കിട്ടിയിട്ടാണ് ജയിലിൽ കിടന്നത്? ഇതൊന്നും ശരിയല്ല. നമുക്ക് രണ്ട് പക്ഷം കാണും. ഒരു ഏത് വിഷയത്തിൽ ഒരു നാണയത്തിന് രണ്ട് വശം പോലെ, നന്മയ്ക്ക് തിന്മ പോലെ, രാത്രിക്ക് പകൽ പോലെ, സൂര്യന് ചന്ദ്രൻ പോലെ, ആണിന് പെണ്ണ് പോലെ, നെഗറ്റീവിന് പോസിറ്റീവ് പോലെ രണ്ട് വശം കാണും സാർ. പക്ഷേ ശക്തമായ വിമർശനം നമുക്ക് നടത്താം. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കോടതിയിൽ ഒരു വക്കീല് ഒരു കക്ഷിക്ക് കൊണ്ട് നിൽക്കുമ്പോൾ വിധിയുടെ തലേദിവസം വന്ന് ഒരാഴ്ചയായിട്ട് തുടർച്ചയായി ചാനലിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല. അത് മാന്യതയല്ല, കോടതി അലക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊന്നും എനിക്ക് ഒരു ആക്ഷേപമില്ല, ഒരു മോശത്തരവും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള ഇയാളെ മര എന്നൊക്കെ അങ്ങനെയാണ് പറയേണ്ടത്. മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. മതിയെ നമുക്ക് തർക്കിക്കാം, നമുക്ക് വിയോജിക്കാം. ഞാൻ എത്രയോ ഒച്ചയോട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ ആരോടും അപമര്യാദയോട് സംസാരിക്കാറില്ല. കാര്യം ഞാൻ വിമർശിക്കും, അതെൻ്റെ നേച്ചറാണ്. എന്നെ വിമർശിക്കാം, ഞാൻ വിമർശനത്തിന് അതീതനല്ല. നമുക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറയാം. ചോദ്യം ചോദിച്ചോളൂ.